ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ്. അതിന് വേണ്ടി ഉള്ളി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കുനുകുന അരിഞ്ഞു. അത് കഴിഞ്ഞ് ക്യാപ്സിക്കൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ്, ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ചോറ് റൈസ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ബസുമതിയാണ്. അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലേശം പെപ്പറും സൺഫ്ലവർ ഒഴിക്കുന്നത് നല്ലതാണ്, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ എഗ്ഗ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് അരിയും. ആദ്യം ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ വഴറ്റി വറ്റിച്ചെടുക്കുന്നു. വെളുത്തുള്ളി നല്ല വഴന്ന് വരുന്നവരെ ചെറിയ തീരെ ചെയ്താൽ മതി. വഴന്ന് വരുന്നവരെ അതിനുശേഷം നമ്മൾ സവാള ഇടുന്നു. സവാള അതുപോലെ നല്ല വഴറ്റിയെടുക്കുന്നു. സവാളയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ല വാടി സെറ്റായി കളർ മാറി ഒരു റോസ് കളർ വരുന്ന വരെ വെയിറ്റ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ തട്ടുന്നു. ചാടിക്കളയുക. പിന്നെ നല്ലപോലെ ഇളക്കി വഴറ്റി സെറ്റാക്കി എടുക്കുക. കുറച്ച് ഉപ്പിടണം. നല്ലപോലെ വഴറ്റി വേവിച്ചെടുത്തതിന് ശേഷം ഉപ്പിട്ട് കഴിഞ്ഞാൽ പച്ചക്കറിക്ക് കുറച്ച് വേവ് കൂടും. അപ്പോൾ അതിനുവേണ്ടി ഉപ്പിട്ട് കുറച്ച് നമ്മൾ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കാറ്. പിങ്ക് സാൾട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാടിട്ട് ഉപ്പ് കൂട്ടണ്ട, കുറച്ചിട്ടാൽ മതി. ചോറിൽ കുറച്ച് ഉപ്പിട്ടുണ്ടെങ്കിൽ റൈസിൽ കുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ഉപ്പിടാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ മാച്ചാക്കിയിട്ടുള്ള അളവിലുള്ള ഉപ്പിടുക. അതിനുശേഷം കുറച്ച് കുരുമുളക്, ഒരു ഇതിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ഇടുക. അതിലേക്ക് നമ്മൾ മുട്ട ഇടുന്നു. മുട്ടയിട്ട് നല്ലപോലെ വഴറ്റി മിക്സ് ചെയ്യുന്നു. എല്ലാം നമ്മളൊന്ന് ഒരുമിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുന്നു. മുട്ട വേവിക്കുമ്പോൾ ചെറിയൊരു ഹാഫ് വേവിൽ വേവിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ വീണ്ടും ഇത് മിക്സ് ആക്കുമ്പോൾ അപ്പോൾ ഒന്നുകൂടെ വേവും. നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. കുറച്ച് കച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം നല്ല സോയ സോസും നല്ലതായിട്ട് മിക്സ് ആവുക. അതിന് ശേഷം നമ്മളതിലേക്ക് റൈസ് ഇടുക. റൈസ് ഇട്ടിട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്നിട്ട് മിക്സ് ചെയ്യുക. റൈസ് ഇട്ട് അതിന് ശേഷം നല്ല രീതിയിലാണ് വഴറ്റി വെന്തെടുക്കുക. റൈസ് കുക്ക് ചെയ്യണത് നമ്മളൊരു 75% കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത്ര വേവ് പാടുള്ളൂ റൈസിന്. നല്ലപോലെ വഴറ്റിയെടുത്ത് സെറ്റായി കഴിഞ്ഞാൽ തട്ടിക്കൂട്ട് ഒരു ഫ്രൈഡ് റൈസ് തയ്യാർ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.